ഇത് കണ്ടില്ലേ, അസല് ജാർവി റെഡ് തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി നിങ്ങൾക്ക് എടുത്തുനിന്ന് വേണമെങ്കിൽ കാണിച്ചുതരാം. കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ തേച്ചുകൊണ്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ കേട് കണ്ടില്ലേ, ഇതിൻ്റെ കേട് ഉള്ളിലായിരിക്കും. അപ്പോൾ പുറമെ നമ്മൾ സാഫ് തേച്ചതിനോണ്ട് കാര്യമില്ല, അത് വീണ്ടും വീണ്ടും പൊട്ടി നീരൊലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വലിയ കമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളെ മാവിൽ വരുന്നൊരു രോഗം ഉണ്ടല്ലോ, നമ്മൾ നീര് പൊട്ടി ഒലിക്കുന്നൊരു രോഗം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാവിൽ എന്താണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പേരക്കൻ്റെ ചെറിയൊരു വിളവെടുപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചൊരു വിഷയമാണ് കേട്ടോ ഇത്. കാരണം മാവ് ഇങ്ങനെ അത്യാവശ്യം വളർച്ചയിൽ നല്ല രീതിയിൽ വരുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ നീര് പൊട്ടി ഒലിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ചിലപ്പം ഇവിടെ കാണാം, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം, ചിലപ്പോൾ ഈ തണ്ടിൻ്റെ ഇവിടെ ആയിട്ട് കാണാം, ഇങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മളെ തണുപ്പ് കാലത്തൊക്കെയാണ് ചെടിയിൽ, ചില മാവിൽ മാത്രമല്ല മറ്റു ചെടിയിലൊക്കെ കാണും, കൂടുതലായിട്ട് മാവിലാണ് കാണാം. ഇതിപ്പോൾ എൻ്റെ ഒരു ചക്കരക്കുട്ടി മാവാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ശിഖരങ്ങളൊക്കെ ഫുള്ള് നോക്കി, ബാക്കിയുള്ള ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഒരു വലിയ കമ്പാണ്. അപ്പോൾ ഈ കമ്പിൻ്റെ ഇവിടെ വരുമ്പോൾ ഇവിടെ വെച്ചിട്ടൊന്നും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതേപോലത്തെ ചെറിയ മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെയാണ് നമ്മളത് കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മളിവിടെ അത് നീര് ഒലിക്കുന്ന കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാവിൻ്റെ അടിഭാഗത്തൊക്കെ നോക്കുക, ലാസ്റ്റ് എവിടെയാണോ ആ നീര് ഒലിക്കുന്നത് കാണുന്നത് നോക്കുക. കാരണം അതിൻ്റെ താഴെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ നീരൊലിക്കുന്നത് നമ്മൾ കണ്ടിട്ട് പിന്നെ അതിന് ശേഷം ചിലപ്പോൾ താഴത്ത് നീരൊലിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളിവിടെ പോയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മാവിന് വീണ്ടും ആ അസുഖം കൂടെ ചെയ്യുള്ളൂ. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ, ഫംഗസിൻ്റെ അറ്റാക്ക് കൊണ്ട് വരുന്നത്. നമ്മൾ സ്യൂഡോമോണസൊക്കെ കറക്റ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സാഫൊക്കെ കറക്റ്റ് തണ്ടിലൊക്കെ തേച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ അസുഖം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തണുപ്പ് കാലത്തൊക്കെ മാവിൻ്റെ തണ്ടിലൊക്കെ സാഫ് തേച്ച് കൊടുക്കുക. ഒരു വർഷത്തിലൊരു 2 തവണയെങ്കിലും പെയിൻറ്റ് രൂപത്തിൽ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ ചില മാവിനെ അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചിലതിലെങ്ങനെ വന്നത്. ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ചക്കരക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെറൈറ്റിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നല്ലൊരു ഷാർപ്പുള്ള ഒരു കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് ആദ്യം ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ തൊട്ട് മേലുള്ള ആ കമ്പുണ്ടല്ലോ, അതും ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടുത്തെ തോലുണ്ടല്ലോ, ആ തോല് ഒന്ന് നമുക്ക് ഇങ്ങനെ അടർത്തിയെടുക്കാം കേട്ടോ. ഒന്ന് ചീന്തി കൊടുത്തതിൻ്റെ ശേഷം, കുറച്ച് മെനക്കെടുണ്ട്, കയ്യൊക്കെ ഒന്ന് നോക്കണം, കാരണം ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവാതെ. അപ്പോൾ പലരും ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് സാഫ് തേക്കാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ തേച്ചുകൊണ്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ കേട് കണ്ടില്ലേ, ഇതിൻ്റെ കേട് ഉള്ളിലായിരിക്കും. അപ്പോൾ പുറമെ നമ്മൾ സാഫ് തേച്ചതിനോണ്ട് കാര്യമില്ല, അത് വീണ്ടും വീണ്ടും പൊട്ടി നീരൊലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ വലിയ കമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ ചെത്തി ഒഴിവാക്കണം. ചെത്തി ഒഴിവാക്കിയതിന് ശേഷമാണ്, ആ കേട് കാണാത്ത രൂപത്തിലാക്കിയതിന് ശേഷമാണ് നമ്മൾ സാഫ് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കേട്ടോ. ഇത് ഇനിയും ചെത്താനുണ്ട്, അപ്പോൾ ഞാൻ ചെത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഞാനിവിടെ അത് ചെത്തി ഒഴിവാക്കിയിട്ടുണ്ട്, ആ കറുപ്പ് ഫുള്ളും പോകുന്ന രൂപത്തിൽ ചെത്തി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സാഫ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആ രോഗം ഇവിടെ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ആ ചെത്തിയ ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കാൻ നമ്മൾ ബോഡോമിഷതോ അല്ലെങ്കിൽ കോപ്രോസിക്ലോറൈഡോ അല്ലാതെ സാഫോ ഒക്കെ നമുക്ക് എടുക്കട്ടോ. ഞാനിപ്പോൾ സാഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലേശം ഒന്ന് കോയമ്പ് രൂപത്തിലാക്കിയിട്ട് അവിടെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഈ മുറി ഭാഗത്ത് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇത് തേച്ച് കൊടുക്കും. ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഗമ്മ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അത് വളക്കടയിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും, കാരണം ഇത് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ ടെറസിൻ്റെ ഇതാലോ റെയിൻ ഷർട്ടിൻ്റെ കീഴിലായതുകൊണ്ട് ഞാൻ ആ ഗമ്മ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ, അത് ചില നമ്മൾ പുറത്തൊക്കെ മുറ്റത്തൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണി കൊണ്ട് വല്ല കെട്ടി കൊടുക്കട്ടോ. നമ്മൾ മുറിയൊക്കെ കെട്ടുന്ന പോലെ നമുക്ക് കെട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ തണ്ടിലൊക്കെ ഇത് തേച്ച് കൊടുക്കട്ടോ. അവിടെയൊക്കെ ഈ രോഗം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ കായ്ച്ചിട്ടുള്ള നമ്മളെ ജാർവി റെഡ് പേരക്കൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പേരക്ക വളരെ വിവാദമായൊരു പേരക്കാണ്, കാരണം ഇതിന് മുന്നേ ഇത് ചെറുതാകുമ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് പലരും പറഞ്ഞത് ജാർവി റെഡ് അല്ല, ജാർവി റെഡ് ബെൽ ഷേപ്പിലാണ് വരിക എന്നുള്ള. അപ്പോൾ ഞാൻ ഒരുപാട് തിരുത്താൻ നോക്കിയിട്ടും എല്ലാവരും പറയുന്നത് ജാർവി റെഡ് അല്ല എന്നുള്ള. അപ്പോൾ ഏതായാലും ഇത് കായ്ച്ച് വലുതായതിന് ശേഷം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നോക്കാം ഇത് ജാർവി റെഡ് ആണോ അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടതാണോ എന്നുള്ളത്.
ഇത് കണ്ടില്ലേ, ചെറിയ തൈയാണ്. ആ തൈ വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കായ് ഉണ്ടായി വന്നതാണ് കേട്ടോ. അപ്പോൾ 2 കായാണ് ആദ്യം ഉണ്ടായത്. അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്, നല്ല കളറും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇത് കണ്ടില്ലേ, നല്ല ഫിനിഷിൽ വരാനുള്ള കാരണം ഞാൻ തൈ കവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തതിനെ കൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോന് മുന്നേ ഞാൻ ചെയ്തിരുന്നു. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബെൽ ഷേപ്പിൽ, കാര്യമായിട്ടുള്ള ബെൽ ഷേപ്പിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ, ഇതിൻ്റെ മുന്നേ ഞാനിട്ട വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ചെറുതിലെ ബെൽ ഷേപ്പിലേ വരാമെന്ന്. ശരി തന്നെയാണ്. ഇത് കണ്ടില്ലേ, ചെറുതിലെ വെൽ ഷേപ്പിൽ തന്നെയാണ് വരിക. അത് ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷേപ്പ് വ്യത്യാസം വരും. അപ്പോൾ അത് ആ വെറൈറ്റി അല്ല എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഈ 2 കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന 2 കായാണ്. ഒന്നിതും ഇതാ, ഒന്നിപ്പോൾ ഇതാ കൊഴിഞ്ഞു പോയതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്ത് വെക്കുന്ന ഇടയിൽ കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് ചെറുപ്പത്തിലെ വെൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ആ വെൽ ഷേപ്പിലല്ലായിരുന്നു. അതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇത് ജാർബി റെഡ് അല്ല എന്നുള്ളത്. ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ജാർബി റെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ റെഡ് ഡയമണ്ട് പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കാണ് കേട്ടോ. അപ്പോൾ 2 നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി നമ്മളിവിടെ കായ്ച്ചിട്ടുണ്ട്, ഏകദേശം പാകം ആയതുണ്ട്. ഇത് നമ്മളെ അറക്കാക്കിരം പേരക്കാണ്. ഇത് ഏകദേശം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം, എങ്ങനെ ഉണ്ട് എന്നുള്ള നമുക്ക് നോക്കാമല്ലോ. ഇത് കണ്ടില്ലേ, അസല് ജാർബി റെഡ് തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി നിങ്ങൾക്ക് എടുത്തുനിന്ന് വേണമെങ്കിൽ കാണിച്ചുതരാം. കാണുന്നുണ്ടോ? അപ്പോൾ ജാർബി റെഡിന് സീഡ് ഉണ്ടാവില്ല എന്ന് പലരും പറയുന്നുണ്ട്. സീഡൊക്കെ ഉണ്ടാവും കേട്ടോ. അയച്ചാൽ കൂടുതൽ ഉണ്ടാവില്ല, കുറച്ച് സീഡ് ജാർബി റെഡിന് എന്തായാലും ഉണ്ടാവും. പക്ഷെ തിന്നാൻ നല്ലൊരു ക്രിസ്പിയാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെ തായ്പിങ്ക് തിന്നണ പോലെയല്ല എന്നൊക്കെ, കാരണം അതിനെക്കാട്ടും നല്ല ടേസ്റ്റ്. നമ്മൾ റെഡ് ഡയമണ്ട് ഒക്കെ തിന്നുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് തിന്നാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ റെഡ് ഡയമണ്ട് ഒക്കെ വീട്ടിൽ നട്ടിട്ട് കായ്ഫലം കിട്ടുന്നില്ല എന്ന് പരാതി ഉള്ളവർക്കൊക്കെ നടാൻ പറ്റിയൊരു വെറൈറ്റിയാണ് നമ്മൾ ഈ ജാർബി റെഡ്. പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും, നല്ല രീതിയിൽ കായ്ഫലം കിട്ടും ചെയ്യും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്